നമസ്കാരം. ആഭ്യന്തര വകുപ്പിനെ ലക്ഷ്യമാക്കിയുള്ള PV അൻവറിന്റെ ബൌളിംഗിൽ തുരുതുരാ വിക്കറ്റുകൾ വീഴുകയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായ അന്വേഷണം പ്രഖ്യാപിച്ചു. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യും. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശശിയെ നീക്കാൻ പിണറായി വിജയന് മേൽ പാർട്ടിയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ട്. മുഖ്യമന്ത്രിയുടെ തന്നെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം കൂടി PV അൻവർ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. MR അജിത് കുമാറിന്റെ കൊട്ടാര സദൃശമായ വീട് നിർമ്മാണമടക്കം ആയുധമാക്കുന്ന അൻവറിന് എവിടെ നിന്നാണ് പിന്തുണ കിട്ടുന്നത് എന്നതാണ് ആകാംക്ഷയുണർത്തുന്ന മറ്റൊരു ചോദ്യം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. P ശശി വീഴുമോ? അധികാര അച്ചുതണ്ട് തകർന്നോ? മുഖ്യമന്ത്രിയെയും ചോർത്തിയോ? അൻവറിന്റെ പിന്നിൽ ആരാണ്? ഈ ചർച്ചയിൽ ശ്രീ രജു ലൂക്കോസ് CPM സഹയാത്രികൻ, ശ്രീ ജോസഫ് സി മാത്യു നിരീക്ഷകൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ് നിയമ വിദഗ്ധൻ, ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ് നേതാവ്, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തുടങ്ങിയവർ. ആദ്യം ശ്രീ ജോസഫ് സി മാത്യു, കഴിഞ്ഞ 8 വർഷത്തിനിടെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ആക്രമണമാണ്, ഏറ്റവും വലിയ ആരോപണമാണ്. സാധാരണ നിലയിൽ നമ്മളൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള പിണറായി വിജയൻ ഇങ്ങനൊരു ആരോപണം ഉയർന്നാൽ അതിന് അതിരൂക്ഷ ഭാഷയിൽ മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഇന്ന് അതല്ല ഉണ്ടായത്. ഈ ആരോപണത്തിന് മേൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ഥാനചലനങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് സംഭവിക്കുന്നത്? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അഭിലാഷേ, ഒന്നാമത് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇത് CPM പാർട്ടി സമ്മേളനങ്ങളുടെ തുടക്കമാണ്. അതിന് തൊട്ടു മുമ്പാണ് ഇത് ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ വ്യക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ശ്രീ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വലിയൊരു കോളിളക്കത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ഇടപെടുകയും മാറ്റുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശവും ടാർഗറ്റും കുറഞ്ഞ പക്ഷം P ശശിയെങ്കിലും ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, സമീപകാലത്താണ് CKP പത്മനാഭൻ ശശിക്കെതിരായി ആരോപണം ഉന്നയിച്ചത്. അതും ഇത്ര നാളിന് ശേഷമാണ് ഉന്നയിക്കപ്പെടുന്നത്. അത് കണ്ണൂരെ ഒരു ലോക്കൽ ചാനലിനോടാണ്, അത് പാർട്ടി ബന്ധമുള്ള ഒരു വ്യക്തിയോടാണ് അത് വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ അതൊന്നും യാദർച്ഛികമല്ലെന്നും ഇത് ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണെന്നും വേണം വിചാരിക്കാൻ. അപ്പോൾ മലപ്പുറം സമ്മേളനത്തിന് മുമ്പ് വിജയൻ മാഷ് പറഞ്ഞ അരവും കത്തിയും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം മലപ്പുറത്ത് നിന്ന് ഒരു അരവും കത്തിയും രൂപപ്പെടുന്നു എന്ന് വേണം വിചാരിക്കാൻ. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പ്രായവും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അടുത്തത് ആര് എന്നുള്ള പാർട്ടിയിലെ ഒരു അധികാര തർക്കത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഊഹമാണ്. കൗതുകകരമാണല്ലോ. കാരണം ഈ PV അൻവറിന് അങ്ങനെ ആ തരത്തിലുള്ള ഒരു ശബ്ദമോ ശക്തിയോ CPM എന്ന പാർട്ടിക്കകത്തില്ല. അദ്ദേഹം ശരിക്കും CPM-കാരനല്ല. CPM സ്വതന്ത്രനായി വന്ന് പിന്നെ CPM-കാരനായ ഒരാളാണ്. ഇവിടെ കാണേണ്ടത് P ശശി ഒരു 10 ആണ്ട് കാലം ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി രംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വരാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ നിന്ന ആളുകൾ അരികുവൽക്കരിക്കപ്പെട്ടു. അതിപ്പോൾ ഈ CKP പത്മനാഭനായാലും DYFI നേതാവ് അജിത്ത് ആയാലും അവരെല്ലാം നിഷ്കാസനം ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ദൃശ്യമായി ഇല്ലാത്ത സമയത്ത് പോലും ശക്തനായിരുന്നു P ശശി. അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശരിക്കും ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ്. അതും നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിൽ സമ്മേളനം തുടങ്ങുമ്പോൾ P ശശി അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം ആരാണ് CPM-ൽ? അഭിലാഷേ, അത് തന്നെയാണ് ശശി കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ശ്രീ P ശശിയും ഇപ്പോഴത്തെ P ശശിയും തമ്മിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ക്രാഷ് ലാൻഡ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം. അത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന നിയമനങ്ങളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അത് പാർട്ടിയൊക്കെ അതിനെ എൻഡോസ് ചെയ്യും. അത് കുറേ നാളായിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നടത്തിയ നീക്കങ്ങളാണ്. അത് ഈ പറയുന്ന ഒരു അസ്തമയ ഘട്ടത്തിൽ അത് തിരുത്തപ്പെടണം എന്നും അല്ലെങ്കിൽ അത് കൂടുതൽ ദൂരത്തിലേക്ക് അദ്ദേഹം പിടിയമർത്തുമെന്നും കാണുന്ന ചിലരാണ്. അഭിലാഷ് ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അത് എവിടെ നിന്നാണ് ഇവരുടെ പിൻബലം എന്നുള്ളതാണ് ചോദ്യം. ഒരാളല്ല പറയുന്നത്. കാരാട്ട് റസാക്ക് വളരെ കൃത്യമായി P ശശിയെക്കുറിച്ച് മാത്രം പറയുന്നു.
ജലീൽ ഞരങ്ങുന്നതും എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഈ മലപ്പുറത്തു നിന്നൊക്കെയുള്ള ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി പറയിപ്പിക്കുകയാണ്. എൻ്റെ വിചാരം ഇത് കൊട്ടാരത്തിൽ നിന്ന് മാത്രമേ ഇത് ഉത്ഭവിക്കാൻ സാധിക്കൂ എന്നാണ്. അതായത് ഒരു തലമുറ മാറ്റത്തിന് മുമ്പ് പാർട്ടിയിലെ സ്ഥാനങ്ങൾ കൈയടക്കാനായിട്ടുള്ള ഇവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ച പിൻബലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ വന്നത് അതിലും ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിലെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇത് തൊടുത്തുവിട്ടിട്ടുണ്ട്. ഇതിന് ഉത്തരം പറയേണ്ട വ്യക്തി ശ്രീ പിണറായി വിജയൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിരന്തരം ഗോൾഡ് സ്മഗ്ലിങ്ങിന് വിധേയമാകുന്നു എന്നാണ് ഇന്ന് പറഞ്ഞത്. അത് അദ്ദേഹം പ്രഥമ ദൃഷ്ട്യാ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഹാൻഡ് പിക്ക് ചെയ്ത ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആയിരുന്ന ആൾ എങ്ങനെയാണ് മുൻ എപ്പിസോഡിൽ ശിവശങ്കർ ഇടപെട്ടതെന്ന് നമുക്കറിയാം. അന്ന് അദ്ദേഹം വിശ്വസിച്ച ചിലർ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നാണ് ഈ ന്യായീകരിക്കുന്ന പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാണ്ട് അദ്ദേഹം ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്നിരുത്തിയ അടുത്തയാൾ ശ്രീ അജിത് കുമാർ, അദ്ദേഹവും ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്നു എന്നും അതിനുവേണ്ടി പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നും ഭരണകക്ഷിയിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നു. ഇത് പലരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, പക്ഷേ ഇത് വിളിച്ചു പറയുന്നു. ഇത് പ്രഥമ ദൃഷ്ട്യാ അന്വേഷിക്കേണ്ട കാര്യമാണെന്ന് മുഖ്യമന്ത്രിക്കും തോന്നുന്നു. എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തുകാർ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടിയുന്നത്? ശ്രീ അജിത് കുമാർ എന്തിനാണ് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ മുഖ്യമന്ത്രി സിംഗപ്പൂരിന് പോയപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചത്, കൂടെ പോയത്? അതിന് ചീഫ് സെക്രട്ടറി വാൺ ചെയ്ത ആളാണ് ശ്രീ അജിത് കുമാർ. നമുക്കറിയാം, ഇതിനു മുമ്പ് IPS ഉദ്യോഗസ്ഥർ ഇങ്ങനെ പോയിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണെന്നും നമുക്കറിയാം. അന്ന് അവിടുത്തെ ഹൈക്കമ്മീഷണർ കേന്ദ്രത്തിന് അയച്ച കത്തും നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ എന്താണ് ഇവിടെ മാത്രം ചുറ്റിപ്പറ്റി ഇത് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗുരുതരമായി ചർച്ച ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, CBIയുടെ സാങ്ഷൻ ലൈഫ് മിഷൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ CBIക്ക് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ജനറൽ സാങ്ഷൻ പിൻവലിക്കപ്പെട്ടു. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നടക്കുന്ന ഒരു കുറ്റകൃത്യം അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരോ കോടതിയോ ആവശ്യപ്പെട്ടാലേ CBIക്ക് അന്വേഷിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് CBIക്ക് റെയ്ഡ് നടത്താനും ഈ എയർപോർട്ടിലും മറ്റും ഉള്ള കസ്റ്റംസ് അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ റെയ്ഡ് നടത്താനൊക്കെയുള്ള സംവിധാനം തടയപ്പെടുകയാണ് ചെയ്തത്. ഫലം അതിനുശേഷം പുറത്തു വെച്ച് സ്വർണം പിടിക്കുന്ന നടപടികളിലുണ്ടായ വർധനവ് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ ഉള്ള ആരോപണത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ പുറത്തു വെച്ച് പിടിക്കുന്ന സ്വർണത്തിൽ നിന്ന് പകുതിയോ അതിലധികമോ ഇതുപോലെ ചാനലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ സർക്കാർ ഭരണപരമായി ദുരുപയോഗം ചെയ്തുകൊണ്ട്, സർക്കാർ നയത്തിൻ്റെ വൈകല്യം കൊണ്ട് ഇവിടെ സ്വർണ്ണക്കടത്തും അതുവഴി ധനസമ്പാദനവും നടക്കുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ ഒരർത്ഥം എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ശരി, കിയാൽ പോലത്തെ എയർപോർട്ടുകളിൽ AG ഓഡിറ്റ് നടന്നുകൊണ്ടിരുന്നതാണ്. എന്തിനാണ് AG ഓഡിറ്റിന് സർക്കാർ തടസ്സം നിൽക്കുന്നത്? AG കോടതിയിൽ പോയിരിക്കുകയാണ്. CAG ഓഡിറ്റിന് തടസ്സം നിൽക്കുന്നത് എന്തിനാണ് സർക്കാർ? അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ഭാഗമേ ആയുള്ളൂ. ഫോൺ ടാപ്പിംഗ് പോലത്തെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തകർന്ന് സമൂഹത്തിന് കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് സ്പഷ്ടമാണ്. ശ്രീ റെജി ലൂക്കോസ്, ആളുകൾ അമ്പരന്നിരിക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് എന്നോർത്ത്. ആരാണ് ഈ എം.ആർ. അജിത് കുമാർ? കേരള പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണോ? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ അധികാര അച്ചുതണ്ട് എന്ന് പറയാവുന്ന സകലതിൻ്റെയും സർവാധികാരക്കാരനായിരുന്ന പോലീസ് ഓഫീസറാണ്. DGP ഉള്ളപ്പോഴും ഈ ADGP ആയിരുന്നു സൂപ്പർ DGP. അദ്ദേഹമായിരുന്നു സകലതിൻ്റെയും നിയന്ത്രണം. ആ ശശി അതുപോലെ തന്നെ ഈ അജിത് കുമാർ അച്ചുതണ്ട് ഇപ്പോൾ തകരുന്നു. ഒരുപക്ഷെ രണ്ടുപേരും പുറത്തേക്ക് പോകാം. എന്തായാലും അജിത് കുമാറിന്റെ പുറത്തേക്ക് പോക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു ഈ 3 കൊല്ലം നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അഭിലാഷ്, PV അൻവർ MLA, നിലമ്പൂർ MLA പുറത്തുവിട്ടിരിക്കുന്ന ഇന്നലെയും ഇന്നും ആയിട്ട് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന കുറെ വസ്തുതകളുണ്ട്. അത് കൃത്യമായ അദ്ദേഹത്തിന്റെ അറിവും ബോധ്യത്തോടുകൂടിയാണെന്നുള്ള അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾ അതെല്ലാം ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് കണ്ണൂർ വെച്ച് മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉയർത്തിയ അത്തരം ആരോപണങ്ങളെ കുറിച്ച് സർക്കാരും പാർട്ടിയും അന്വേഷിക്കും, ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. കോട്ടയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ബഹുമാനപ്പെട്ട PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം സഗൗരവം പറഞ്ഞു, പൊതുസമൂഹത്തിൽ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനെ അന്വേഷിക്കും, നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഏതാണ്ട് തെറ്റുകൾ ചെയ്ത 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്നും അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു.
202 പോലീസ് ഉദ്യോഗസ്ഥർ ജോലി പോകത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങളുടെ വക്കത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളിപ്പോ ഈ സമയം വരെ ചർച്ച ചെയ്തത് 2021 മുമ്പ് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസിൽ വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അവിടുന്ന് ഫോൺ കോൾ പോയി അവിടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സ്വർണം പല രീതിയിൽ കടത്തുന്നു, കോൺസുലേറ്റിന്റെ പതിവ് പങ്കുണ്ട്, അങ്ങനെയുള്ള പല കഥകളും നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരാവർത്തനം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പുതുതായിട്ട് ഒന്നും തന്നെ പഴയ കാര്യങ്ങളൊക്കെ വിടൂ. PV അൻവർ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം മതി. കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തുന്നുണ്ട്. അങ്ങനെ സ്വർണം കടത്തുമ്പോൾ കസ്റ്റംസിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം കസ്റ്റംസിന്റെ സ്കാനറിൽ പതിഞ്ഞാലും ചില ആളുകളെ കസ്റ്റംസ് അങ്ങ് വിടുകയാണ്. ഇവരെ പുറത്തു വെച്ച് പോലീസിന്റെ സംഘം ഡാൻസ് ഓഫ് ഏറ്റുമുട്ടലിലൂടെ ഇവരിൽ നിന്ന് സ്വർണം പിടിക്കുന്നു. അതിലെ പകുതി സ്വർണം അവരെടുക്കുന്നു, കസ്റ്റംസുമായിട്ട് ലാഭം പങ്കിടുന്നു. കേരള പോലീസ് ഇങ്ങനെ ഒരു കൊള്ള സംഘമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഭരണകക്ഷി MLA ഉയർത്തുകയാണ്. അതിന്റെ ഏറ്റവും മുകളിൽ ഈ ADGP ഉണ്ട് എന്ന് പറയുകയാണ്, കൊല്ലുന്നു ആളുകളെ എന്ന് പറയുകയാണ്, കൊള്ള നടത്തുന്നു എന്ന് പറയുകയാണ്, അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം നോക്കി P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വെറുതെ ഇരിക്കുകയാണ്. അദ്ദേഹവും നമ്മളെപ്പോലെ ആഹാരം കഴിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് അഭൂതപൂർവമായ അത്യസാധാരണമായ വെളിപ്പെടുത്തലുകളാണ്. അല്ല അഭിലാഷേ, കേരള പോലീസ് മൊത്തം കള്ളക്കടത്തുകാരാണ്, പിന്നെ അതുപോലെ തന്നെയുള്ള തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണെന്നൊക്കെ നിങ്ങൾ അങ്ങനെ അടക്കല വിമർശിക്കാതെ അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അത് PV അൻവർ വെളിപ്പെടുത്തിയതിന് ഞാൻ നിസ്സാരമായിട്ട് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഈ MR അജിത് കുമാറിനും അതുപോലെ തന്നെ പത്തനംതിട്ട SP അതിനകത്ത് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള തെളിവുകൾ സഹിതം മുഖ്യമന്ത്രി നാളെ കാണുമ്പോൾ അദ്ദേഹം ധരിപ്പിക്കും. ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതേ MR അജിത് കുമാറിനെ കുറിച്ച് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 3 ആരോപണങ്ങൾ ഗൗരവമായിട്ട് വന്നിരുന്നതായിട്ടാണ് ഇപ്പൊ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് സോളാർ കേസ്. ആ സോളാർ വിഷയത്തില് സോളാറിലെ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു മാതൃഭൂമി ചാനലിലൂടെ തന്നെ ഇന്ന് അവർ പുറത്തു പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അത് എപ്പോ പരാതിക്കാരി പറഞ്ഞത് എന്താ? അത് എപ്പോ പരാതിക്കാരി സോളാർ പരാതിക്കാരി പറയുന്നത് എന്നെ 2 പേരുടെ പരാതി പിൻവലിപ്പിക്കുന്നതിനേക്ക് അല്ലെങ്കിൽ 2 പേരെ കുറിച്ചുള്ള പരാതി ഒഴിവാക്കുന്നതിൽ ഇദ്ദേഹം ഇടപെട്ടു എന്ന്, MR അജിത് കുമാർ ഇടപെട്ടു എന്ന് പറയുമ്പോൾ ആർക്കെതിരെയാണ് ആരോപണം? P ശശിയെ കുറിച്ച് പറഞ്ഞത് P ശശി മുഖ്യമന്ത്രിയെ കാണാൻ പോലും ആ പരാതിക്കാരിയെ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ പണ്ട് ഐസ്ക്രീം പാർലർ കേസ് എങ്ങനെയാണ് ഒഴിവാക്കി കൊടുത്തത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തവണ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സോളാർ കേസും ഒഴിവാക്കി കൊടുക്കാൻ നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ അത് മുൻ സർക്കാരിന്റെ തലയിലിടല്ലേ? അല്ലല്ല, അഭിലാഷ് പറയുന്ന രീതിയിലൊന്നും ഞാൻ മറുപടി പറയത്തില്ല. ഞാൻ പറയാനുള്ള അവസരം തരണം. ഇവിടെ ഒരു കുറ്റവിചാരണ ബഹുമാനപ്പെട്ട ജോസഫ് മാത്യു സാർ നടത്തിയല്ലോ. അപ്പൊ അതിനെനിക്ക് മറുപടി തരാനുള്ള ബാധ്യതയില്ലേ? അതിന്റെ പകുതി സമയം എനിക്ക് അനുവദിക്കേ. യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. നമുക്കാരെങ്കിലും മറച്ച് സംസാരിക്കാൻ പറ്റും. ഞാൻ PV അൻവർ MLA വെളിപ്പെടുത്തിയതിനെ നിസ്സാരമായിട്ട് കണ്ടില്ല, മുഖ്യമന്ത്രി കണ്ടില്ല, ബഹുമാനപ്പെട്ട കേരള പാർട്ടിയുടെ സെക്രട്ടറി കണ്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു എന്റേതായ വേഷനിലുള്ളത് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പൂർത്തിരിക്കണം. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞോളാനേ, നിങ്ങൾ ചർച്ച ചെയ്യും, ഒരു പ്രശ്നമല്ല. അത് മുഖ്യമന്ത്രി തന്നെ അത് ഓൺ ചെയ്തിരിക്കുന്നു ഒരു പരിധിവരെ. അദ്ദേഹം അന്വേഷണ കമ്മീഷനെ അല്ല മുതിർന്ന ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഈ 3-3.5 കൊല്ലം കഴിഞ്ഞ് അന്വേഷിക്കുന്നു പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്തൊക്കെയാണ് ആരോപണങ്ങൾ? നോക്കൂ, കേരളത്തിലെ പോലീസ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ പോലീസിനെ കുറിച്ച് എന്തെല്ലാം പരാതികൾ നാട്ടുകാർക്കുണ്ടായിരുന്നു? ആ ഘട്ടങ്ങളിലൊക്കെ പോലീസിനെ ന്യായീകരിച്ചിരുന്ന, പോലീസിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ചുമതല കൊടുത്ത, അദ്ദേഹം മുഖ്യമായി ചുമതല ഏൽപ്പിച്ച ആളാണ് ഈ ADGP. ഈ ആരോപണം മാത്രമല്ലല്ലോ, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, എതിർ രാഷ്ട്രീയ നേതാക്കളുടെ കേസുകൾ ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു, മറുനാടൻ മലയാളിയുടെ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തു എന്ന് ആരോപിക്കുന്നു, അതുപോലെ തൃശൂർ പൂരം കലക്കിയെന്ന് ആരോപിക്കുന്നു. എന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ഉദ്ദേശിക്കുന്നോ അതെല്ലാം തച്ച് തകിടം മറിക്കുന്ന വിധത്തിൽ സകല കുഴപ്പങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആൾ എന്ന് ഇപ്പൊ PV അൻവർ മുഖ്യമന്ത്രിയുടെ സ്വന്തം വലം കൈയെ വിശേഷിപ്പിക്കുമ്പോൾ ഈ നാട്ടുകാർ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് ആലോചിച്ച്. നാട്ടുകാർ അന്തപ്പെട്ട് നിൽക്കുന്നില്ല. നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പറയുന്ന വാക്കുകളിൽ ജനം അന്തപ്പെട്ടിരുന്നെങ്കിൽ എന്നേ 2021 മാധ്യമങ്ങൾ പറഞ്ഞതാണെങ്കിൽ പോട്ടെ. PV അൻവർ CPM-ന്റെ MLA അല്ലേ? അദ്ദേഹം മാധ്യമ സ്ഥാപനം നടത്തുന്ന ആളാണോ? അഭിലാഷെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക. അതല്ലേ പറയാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ PV അൻവർ പറഞ്ഞ കാര്യമാണ്. PV അൻവർ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ കേട്ടോ. അതല്ലാതെ ഞാൻ എവിടെ നിന്നും ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതല്ല. PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. CPM-ന്റെ പ്രമുഖനായ ഒരു MLA കേരളത്തിലെ പോലീസിനെ കുറിച്ച്, വെറും പോലീസിനെ കുറിച്ചല്ല, മുഖ്യമന്ത്രിയുടെ സ്വന്തം പോലീസിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഉറ്റ അനുചരനെ കുറിച്ച് പറഞ്ഞ മൊഴിമുത്തുകൾ ഞാൻ ആവർത്തിച്ചു എന്നേ ഉള്ളൂ സാർ. അല്ല അഭിലാഷ്, ഞാൻ ആകെപ്പാട് അരമണിക്കൂറുള്ളൂ. എന്നോട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണല്ലോ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അഭിലാഷ് വളരെ മാന്യമായ രീതിയിൽ ചർച്ച നയിക്കുന്ന ഒരാളാണ് അഭിലാഷ്. എനിക്ക് കാര്യം തർക്കമൊന്നുമില്ല. ഞാനൊന്ന് പറയാനായിട്ട് അനുവദിക്കുക. എനിക്ക് എന്റേതായ മറുപടി ഇല്ല. ഞാനല്ലേ ഒരു മറുപടി ഇല്ലാത്ത ഒരാളാണ് ഈ ചർച്ച ഞാൻ പങ്കെടുക്കുമോ?
അത് ജനങ്ങൾ കേട്ട് വിധിയിരുത്തിട്ട് നമ്മളെല്ലാവരും പറഞ്ഞ പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുന്നത്, എത്ര വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ 2 ആരോപണങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന സോളാർ കേസ് ഒതുക്കിയ കേസ്, രണ്ടാമത്തെ ഒരു പ്രമുഖമായ ഒരു ആരോപണം എന്ന് പറയുന്നത് അതിന് UDFന്റെ കാര്യത്തെ മറ്റാരോപണങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മറ്റൊന്ന് പറയാം, അതായത് 150 കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കർണാടകയിൽ നിന്നും 3 മീൻവണ്ടിയിൽ കൊണ്ടുവന്ന് അത് സ്വന്തം കാര്യത്തിനായിട്ട് ഉപയോഗിച്ച് മാറ്റിയെടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം, അത് VD സതീശനെ കുറിച്ചാണ് പറഞ്ഞത്. നിയമസഭയിൽ ഉന്നയിച്ച ഉത്തരവാദിത്തപ്പെട്ട MLA ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അദ്ദേഹത്തിനോട് പോലും ഒരു ഫോൺ കോളിലൂടെ അതിന്റെ സത്യാവസ്ഥ തെളിവ് ചോദിക്കാതെ ഈ കേസ് വിജിലൻസ് എന്റെ അടുത്ത് അത് തള്ളിക്കളഞ്ഞ ആ കേസിൽ അത് സത്യമില്ലെന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ ആരുമായിട്ടാണ് ബന്ധമുള്ളവരാണ് അന്വേഷിക്കട്ടെ. എന്താ തർക്കക്കാര്യത്തിൽ അത് അന്വേഷിക്കട്ടെ, അതിലൊക്കെ വസ്തുതയുള്ളത് അന്വേഷിക്കട്ടെ. അത് PV അൻവർ പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ എന്തിനാ മാറ്റി വെച്ച് സംസാരിക്കുന്നത്? സോളാർ കേസിൽ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ പറയുന്ന പരാതിക്കാരുടെ അടുത്ത് പോയി തങ്ങൾക്ക് അത് തരാം. ഇന്നിപ്പോ വേറൊരു ഓഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓഡിയോ പുറത്ത് കാണിക്കാനുള്ള മാന്യത കൊണ്ട് ഞാൻ പുറത്ത് വിടുന്നില്ല. സോഷ്യൽ മീഡിയയിലുണ്ട് ആരാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പുറത്തെ ഒരു MB യെ കുറിച്ച് 15 കോടിയുടെ ആരോപണം വരുന്നുണ്ട്. ആ സോളാർ കേസിൽ ഈ പരാതിക്കാരിയെ പരാതിയിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നോണ്ടിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, PV അൻവർ എന്ന് പറഞ്ഞ MLA, ഞാൻ തുറന്നു പറയാം, അദ്ദേഹം ഒരു ജനകീയനായ MLA, വളരെ ആർജവത്തുള്ള MLA. അദ്ദേഹം കൊണ്ടുവന്ന് ഈ ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രി പെട്ടെന്ന് തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഞ്ചന കാണിച്ചെങ്കിൽ അയക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ഈ ഗവൺമെന്റ്, ഈ മുഖ്യമന്ത്രി തയ്യാറായില്ലേ? ഒപ്പം നിന്ന പോലീസുകാരൻ പിണറായി വിജയനെ വഞ്ചിച്ചു എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് താങ്കൾ എത്തുന്നത്. ഞാൻ വരാം, അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാഫി ചാലിയ, നമ്മൾ ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് അപ്പുറത്തും ഒരാൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അല്ലേ എന്ന്. ഇപ്പോ ശരിക്കും നിങ്ങൾക്ക് വേണ്ടി അപ്പുറത്ത് നിൽക്കുകയായിരുന്നോ ഈ ഉദ്യോഗസ്ഥൻ? സോളാർ കേസിൽ KC വേണുഗോപാലിനെയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയെയും ഒഴിവാക്കി കൊടുക്കാൻ പരമാവധി പരിശ്രമിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുന്നു PV അൻവർ എന്ന് മാത്രമല്ല ആ പരാതിക്കാരി അത് ശരിവെക്കുന്നു. VD സതീശനെതിരെ അൻവർ ഒരു ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അൻവറിനോട് എന്താണ് അതിന്റെ തെളിവ് എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പോലീസ് യാതൊരു തെളിവുമില്ല എന്ന് കോടതിയെ അറിയിച്ചു തുടങ്ങി. അങ്ങനെ UDF പക്ഷത്തോടാണ് ഈ മഹാന ആഭിമുഖ്യം എന്നാണ് അൻവർ ആരോപിക്കുന്നത്. അതിപ്പോൾ CPM സഹയാത്രികർ ശരിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഏജന്റിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത ആഭ്യന്തര വകുപ്പിൽ വെച്ചു കൊടുക്കുകയായിരുന്നോ? എല്ലാ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയാൻ കുറച്ച് നാണം വേണ്ടേ? 10 പൈസക്ക് കിട്ടുമോ നിങ്ങൾ? ഈ റെജിലി കോസ് എന്താ പറയുന്നത്? ഭരിക്കുന്നത് നിങ്ങൾ, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി. അപ്പം നിങ്ങൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും പ്രതിപക്ഷ നേതാവാണ്, KC വേണുഗോപാലാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ ഒരു നാണമില്ലേ നിങ്ങൾക്ക്? മാത്രമല്ല, ആരാണ് ഇയാളെ നിയമിച്ചത്? ഞങ്ങളല്ലല്ലോ. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ഇദ്ദേഹത്തെ നിയമിച്ചതാരാ? നിങ്ങൾ തന്നെയാണ്. ഇയാൾ അൻവർ പറയുന്നത് പോലെ ഇത്ര വൃത്തികെട്ടവനും ആളെ കൊല്ലാൻ മടിയില്ലാത്തവനും കൊടിയ അഴിമതി വീരനും ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള പരിവേഷമുള്ള ഒരാളെ നിങ്ങൾ നിയമിക്കുന്നത് പുണ്യപ്രവൃത്തി ചെയ്യാനാണോ? അല്ലല്ലോ, വൃത്തികേടുകൾ ചെയ്യാനല്ലേ, അഴിമതി ചെയ്യാനല്ലേ. അപ്പം നിങ്ങൾ നിയമിച്ച ആൾ, ആ നിയമിച്ച ആൾ തന്നെ ഇത്രയൊക്കെ വൃത്തികേട് ചെയ്തെന്ന് പറയാം. ഇത് നിങ്ങളെ ഭരണകക്ഷി MLAക്ക് നിയമസഭാ പാർട്ടി യോഗം CPMന്റെ കൂടുമ്പോൾ അവിടെ പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ? ഇതെന്തപ്പോൾ വിളിച്ചു പറയാനുള്ളൊരു കാരണം? അതും പഠിക്കണ്ടേ? മാത്രമല്ല, അൻവർ മഹാനാണ്, അൻവർ ആർജവുള്ള ആളാണെന്ന് പറയുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച കുറേ കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് റെജി ലോക്കോസിൻ്റെ അഭിപ്രായം എന്താ? 29 വകുപ്പ് തലയിലേറ്റി നടക്കുകയാണ്. നേരെ ചൊവ്വേ 4 ചായപ്പേടിയെ നടത്താൻ പോലും ഒരു മനുഷ്യന് സാധിക്കൂല. ആ സ്ഥാനത്ത് 29 വകുപ്പേറ്റ് നടക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു വകുപ്പും തൻ്റെ സഹപ്രവർത്തകർക്ക് വിട്ടുകൊടുക്കാതെ എല്ലാ വകുപ്പും കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അധികാര കൊതിയനാണ് മുഖ്യമന്ത്രി എന്നല്ലേ ഈ ആരോപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അല്ലേ? ഒന്ന് നോക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പരിപൂർണ പരാജയം. ഇതൊക്കെ പറയുന്നത് ആരാ? ഇതൊക്കെ പൊതുയിടത്തുമെന്ന് പറയാണ്, പാർട്ടിക്കകത്ത് പറയണം. ഇനി പാർട്ടിയിൽ അംഗത്വം ഇല്ലെങ്കിൽ പാർട്ടിയുടെ നിയമസഭാ പാർട്ടിയിൽ പറയണം, ശരി, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറയണം. ഇതൊന്നും പറയാതെ ഈ പുറത്തേക്ക് വന്നാൽ എന്തായെന്ന് മനസ്സിലാക്കാനുള്ളത്? മാത്രമല്ല, ഞാൻ MR അഭിലാഷ് അപ്പുറം ഇരിക്കുന്നതുകൊണ്ട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ കേരളം ഇതുവരെ മലയാളികൾ കേൾക്കാത്തതാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അത്ര അപസർപ്പക കഥയെ പോലും നാണിപ്പിക്കുന്ന വാർത്ത. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയെ കേസെടുക്കാറുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ ബെഞ്ചിൽ നിന്ന് പോയതുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇതെന്താ നമ്മുടെ കോടതി പോലും നിഷ്ഠേഷമായി നോക്കി നിൽക്കുന്നത്? ശരി. ബഹുമാനപ്പെട്ട അഭിലാഷ് അതിന്റെ നിയമവശങ്ങളൊന്ന് പറഞ്ഞു തരണം. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സംസ്ഥാന പോലീസിന്റെ തന്നെ ആഭിമുഖ്യത്തിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP അതിന്റെ തലവനായി നിൽക്കുന്നുവെന്ന ആരോപണം അത് കേവല രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് തോന്നുന്നില്ല. അത് അന്വേഷിക്കപ്പെടുന്നു. ഒപ്പം ഫോൺ ചോർത്തുന്നു, പോലീസ് ഔദ്യോഗികമായി ചോർത്തുന്നു, കൂടാതെ ഞാനും ചോർത്തുന്നുണ്ട് എന്ന് അൻവർ പറയുകയാണ്. ഞാൻ അതിന് കുറച്ച് പൈസ മുടക്കുന്നുണ്ട് എന്നും. നമുക്കിവിടെ ഭരണഘടനാ ജനാധിപത്യം നിലവിലുണ്ടോ, അതോ ഇതൊരു വെള്ളരിക്കാപട്ടണമാണോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള ഡിസ്ക്ലോഷേഴ്സാണ് വന്നിരിക്കുന്നത് ശ്രീ അഭിലാഷ്. വളരെ ഗുരുതരമായിട്ടുള്ള ശ്രീ ഷാഫി ചാലി ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് വരെയും സുവോ മോട്ടോ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ മാത്രം ഗൗരവതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ. കേരള പോലീസിനകത്തൊരു ഇംപ്ലോഷനാണ്, ആന്തരിക സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പോലീസ് സൂപ്രണ്ടന്റ് DGPയെ കുറിച്ച് പറയുന്നതും മറ്റു ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നതും ഇവിടെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതും വളരെ ഗൗരവകരമല്ലേ? വേലി തന്നെ വിളവ് തിന്നുന്ന, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ പറയുന്ന പോലെ കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു പഴഞ്ചൊല്ലിൽ പറഞ്ഞു തള്ളാവുന്ന കാര്യമല്ല. ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളുടെ മുഴുവൻ സുരക്ഷിതത്വത്തിന് ഉത്തരവാദിത്വമുള്ള പോലീസ് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പുതിയ തരത്തിലുള്ള ഒരു ക്രൈം രൂപപ്പെടുന്നതും പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള അലിഗേഷൻസ് വരുന്നു. ക്രൈം സിൻഡിക്കേറ്റ് 93-ൽ വോറ കമ്മിറ്റി റിപ്പോർട്ട് ശ്രീ അഭിലാഷ് വരികയുണ്ടായി. അതായത് പൊളിറ്റിക്സിലെ ക്രിമിനലൈസേഷനെ കുറിച്ചാണ് വന്നത്. അപ്പോൾ പോലീസും ബ്യൂറോക്രാറ്റ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇവരുടെ ഒരു നെക്സസ്, എങ്ങനെയാണ് ഒരു സമാന്തര ഭരണ സംവിധാനം, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനെ നിലനിർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് വോറ കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ തലത്തിൽ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും അപലപനീയമായ രീതിയിൽ ആരെയും ഭയചകിതരാക്കുന്ന തരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നു. സമാന കാലത്ത് നടന്ന ക്രൈംസ് ഒക്കെ തന്നെ വെളിവാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട്, ഇത്തരത്തിലുള്ളൊരു ഡിസ്ക്ലോഷർ വന്നു കഴിഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടപടിയെടുക്കുവാൻ അധികാരമുള്ള ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഈ പാരലൽ ഗവൺമെൻറ്, പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയുണ്ട്, ആഭ്യന്തര മന്ത്രിയുണ്ട്. അവർ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട നിയമനിർമ്മാണ സഭയോട് ഉത്തരം പറയേണ്ടതായിട്ടുള്ളവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നാളുകളായി ഇത്തരത്തിലൊരു ക്രൈം സിൻഡിക്കേറ്റ് ഇവിടെ നിലനിൽക്കുന്നു എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി വ്യക്തമായിട്ട് ഓഡിയോ സംഭാഷണങ്ങളുടെ ഡിസ്ക്ലോഷർ അത് വെളിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ കേൾപ്പിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറ്റസമ്മതം, ക്രൈമിനെ സംബന്ധിച്ചിട്ടുള്ള കുറ്റസമ്മതം കാട്ടിക്കൊണ്ട് അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്താ നമുക്ക് രാഷ്ട്രീയ നേതൃത്വമില്ലേ? ഇതിനൊരു ഉത്തരം പറയേണ്ടതായിട്ടില്ലേ? ആർക്കെങ്കിലും വരെ ഒരു നടപടി എടുത്തത് കൊണ്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ അന്വേഷിച്ച് തീർക്കത്തക്ക രീതിയിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ, ഈ ഹേമ കമ്മിറ്റി പോലെയല്ല, കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഏറ്റവും ബഹുമാനം സമൂഹത്തിൽ ആർജിച്ചിട്ടുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ജഡ്ജിമാരെയോ നേതൃത്വം കൊടുത്ത് ഒരു അന്വേഷണ കമ്മീഷൻ തന്നെ രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്ന് സഭയുടെ തളത്തിൽ വെച്ച് നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പാരലൽ നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നല്ലേ ശ്രീ അൻവറിന്റെ ഡിസ്ക്ലോഷർ ചൂണ്ടിക്കാട്ടുന്നത്? അദ്ദേഹം വെറുതെ ആരോപണം നടത്തുക അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമാണത്. അവിടെയാണ് ശ്രീ ജേക്കബ് ജോർജ് പ്രശ്നം. ഇവിടെ കേരളത്തിലെ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു സമാന്തര നിയമവ്യവസ്ഥയുണ്ട്. കൊല്ലും കൊലയും നടക്കുന്നു, സ്വർണം കള്ളക്കടത്തുന്നു, പണമുണ്ടാക്കുന്നു, അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളുടെ അടക്കം കേസുകൾ ഇല്ലാതാക്കി കൊടുക്കുന്നു എന്നൊക്കെ ഒരു ഭരണകക്ഷി MLA പറയുകയാണ്. പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരു CPM MLA ഇങ്ങനെ പറയുമെന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് നടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ആ വെളിപ്പെടുത്തലുകളോട് വഴങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്താണ് CPM-ൽ സംഭവിക്കുന്നത്? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും മുമ്പൊരിക്കൽ CPM-ലോ ഗവൺമെന്റിലോ കേരള പോലീസിലോ നടന്നിട്ടില്ലാത്ത കാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ സംഭവം, ഒരു പൊട്ടിത്തെറി, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ബോംബിട്ട മാതിരി. അഭിലാഷ്, ഇതിനാദ്യം പറയട്ടെ, PV അൻവർ എന്ന ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ MLA ആയി
അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും തോപ്പിച്ച് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകനായിട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് അദ്ദേഹം പറയുന്നത് 5-8 മാസമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ്, ഇത് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടിയിരുന്ന കാര്യമായിരുന്നില്ലേ? എന്ത് സുന്ദരമാകുമായിരുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോട്ടെ, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അദ്ദേഹം ഒരു വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പിന്നീട് കേരള പോലീസിൻ്റെ കാര്യം, എൻ്റെ അഭിലാഷേ, കേരള പോലീസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും മികച്ചതാണ്. എന്ത് കള്ളത്തരമാട്ടെ, ഒരു മൊബൈൽ ഫോൺ പോയാൽ പോലും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണാതെ പോയാൽ പോലും, പെൺകുട്ടി ഒളിച്ചോടിയാൽ പോലും, എന്ത് വലിയ കവർച്ച നടത്തിയാലും ഈ കളവും തട്ടിക്കൊണ്ടുപോലും ഒക്കെ പിടിക്കുന്നതിനപ്പുറത്ത് നോക്കൂ, ഒരു SP പറയാണ്, SP-യുടെ ഓഡിയോ സംഭാഷണം നമ്മൾ കേട്ടതാണല്ലോ. സുജിത് ദാസ് എന്ന് പറഞ്ഞ പോലീസ് സൂപ്രണ്ട് IPS കാരൻ പറയാണ്, എനിക്ക് പേടിയാണ് എന്ന്. അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സർവ്വശക്തനാണ്. P ശശി പറയുന്ന എന്ത് കാര്യവും നടത്തിക്കൊടുക്കും അജിത് കുമാർ. അതുകൊണ്ട് അജിത് കുമാറിന് സൂപ്പർ പവർ നൽകിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ആലോചിക്കാൻ പോലും പേടിയാണെന്ന് പറയാണ്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. മാല പൊട്ടിച്ചത് പിടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അല്ലേ, ശരി. അഭിലാഷേ, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോലീസിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. കള്ളനും പോലീസും നമ്മൾ കളിച്ചിട്ടില്ലേ ചെറുപ്പത്തിൽ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് പോലീസ് കള്ളനാവുകയാണ്, സമ്മതിക്കുന്നു. ഈ പോലീസിനെ ആര് പിടിക്കും, ആര് പിടിച്ച് കിട്ടും, ആര് പിടിച്ച് ജയിലിലിടും, ലോക്കപ്പിലിടും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഇവിടെ ഞാൻ പറയാം, കേരള പോലീസ് വളരെ ശക്തമായ ഒരു സിസ്റ്റമുണ്ട് അതിനകത്ത്. DGP, അതിൻ്റെ താഴെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. പക്ഷേ ആത്യന്തികമായിട്ട്, അടിസ്ഥാനപരമായിട്ട് പോലീസിന്റെ കയ്യിലുള്ളത് ബ്രൂട്ടൽ ഫോഴ്സ് ആണ്. ഇപ്പൊ DGP അദൃശ്യനായിരുന്നു ഇത്രയും കാലം. ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നുള്ള പേര് നമ്മൾ അധികം കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹം DGP ആയതിനു ശേഷം DGPക്ക് മുകളിൽ ഒരു സൂപ്പർ അധികാര കേന്ദ്രമായി MR അജിത് കുമാറും P ശശിയും എല്ലാം തീരുമാനിക്കും. അവര് സിസ്റ്റം റൺ ചെയ്യുമെന്ന അവസ്ഥയായിരുന്നു. ആ അവസ്ഥയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് CPM MLA ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു CPM MLA കടന്നു വന്ന് വിരൽ ചൂണ്ടുകയാണ്. അത് തെളിവുകൾ സഹിതം, എല്ലാ ടേപ്പ് റെക്കോർഡിംഗ് ഉൾപ്പെടെ. പിന്നെ അഭിലാഷ് പറഞ്ഞു ഫോൺ ചോർത്തൽ, അത് ആർക്കും ചോർത്താൻ പറ്റത്തില്ല. അത് പോലീസിൻ്റെ അകത്തെ ആ സംവിധാനത്തിന് മാത്രമേ സാധാരണഗതിക്ക് ചോർത്താൻ പറ്റൂ എന്നാണ് എല്ലാ അന്വേഷണത്തിൽ മനസ്സിലായത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരള പോലീസിന് ഇതൊരു വലിയ തിരിച്ചറിവാണ്, ഇതൊരു വലിയ പാഠമാണ്. ഈ പാഠത്തിൽ നിന്ന് പോലീസ് ഉൾക്കൊണ്ട് വേറൊരു ലെവലിലേക്ക് ഉയരും, യാതൊരു സംശയവും കേരള പോലീസ് ആയതുകൊണ്ട്. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താൻ മതി ചർച്ചയിലേക്ക് വീണ്ടും. പക്ഷേ ജോസഫ് C. മാത്യു, മറ്റൊന്ന് ഫോൺ ചോർത്തലാണ്. ഏത് MLA-ക്കും ആരുടെയും ഫോൺ ചോർത്താം, അതിനുവേണ്ടി പൈസ മുടക്കാം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും എന്ന് ബോധ്യമാവുകയാണ്. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. അദ്ദേഹം പുറത്തുവിട്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്തതാണ്, ചോർത്തിയതല്ല എന്ന് തോന്നുന്നു. പക്ഷേ ചോർത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പോലീസ് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നുണ്ട്. ഇന്ന് വന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരുടെ തന്നെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആരാണ് ബിഗ് ബ്രദർ എന്നുള്ളത് ചോദ്യമാണ്. മുഖ്യമന്ത്രിയെ തന്നെ ചോർത്തുന്നുണ്ടെങ്കിൽ അതിനും മുകളിൽ ഇനി ആളുണ്ടാവുമോ? അഭിലാഷ്, അദ്ദേഹം പറഞ്ഞത് ഫോൺ അദ്ദേഹവും ചോർത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം പുറത്തുവിട്ട തെളിവുകളൊന്നും ഇത് മാത്രമല്ല. എനിക്ക് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോടൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് ADGP-യുടെ വലിയ കെട്ടിടത്തെക്കുറിച്ചും ധനസ്രോതസ്സിനെക്കുറിച്ചുമുള്ള ചോദ്യം ഉന്നയിച്ച് ആ ഒരു ഭാഗം ഒഴിച്ചാൽ അദ്ദേഹം അങ്ങനെ പുതിയ വിവരങ്ങളോ ആരോപണങ്ങളല്ലാതെ എന്തെങ്കിലും തെളിവുകളോ പുറത്തുവിട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പുറത്തുവിട്ട ശബ്ദരേഖ തന്നെ ആരുടെ ശബ്ദമാണ്, ആ ശബ്ദം സോഫ്റ്റ്വെയർ വെച്ച് മാറിയതാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കേൾപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അത് പോകട്ടെ. പക്ഷേ പ്രശ്നം ഇദ്ദേഹം പറയുന്നത്, ഇപ്പം മാമി എന്ന് പറയുന്ന ആളുടെ തിരോധാനം, ഇത് നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. മറ്റേ കൊലപാതക കേസ് ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. MK മുനീറാണെന്നാണ് എൻ്റെ ഓർമ്മ, ഉന്നയിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ വിഷയം ഒരു ഭരണപക്ഷ MLA പറയുന്നു, സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ADGP കൊലപാതകം നടത്തിയതാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാള്, മുഖ്യമന്ത്രി ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരുന്ന മാളാണെന്ന് പറയുന്ന മാള്, ആ മാളിൻ്റെ വസ്തുക്കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളിനെ അതിനുശേഷം കാണുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഇത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനമുള്ള ആൾ ഇടപെട്ട് കൊല്ലുന്നതാണെന്നൊരു ഭരണകക്ഷി MLA വിളിച്ച് പറയുകയാണ്. കാരാട്ട് റസാക്ക് പറയുകയാണ് ഇത് കൊല്ലിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് പറയുകയാണ്.
അപ്പോൾ ഇത് വളരെ ഗൗരവതരമായൊരു സാഹചര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത് പ്രതിപക്ഷ MLA ഉന്നയിച്ചിരുന്നെങ്കിൽ മറ്റൊരു മാനമാകുമായിരുന്നു. വേണ്ട, ഇത് തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറയുകയാണ് ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്, അദ്ദേഹത്തിന് വേറെ എന്തോ സാധാരണ പറയാനുള്ള മനോനില തെറ്റിയതാണെന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ മാനം മറ്റൊന്നായിരുന്നു. പക്ഷെ പ്രഥമ ദൃഷ്ടിയാ ഇത് കഴമ്പുള്ളതാണെന്നും അന്വേഷിക്കാതെ പോകാൻ പറ്റില്ല എന്നും മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ അന്വേഷണം വന്നാൽ താൻ കുടുങ്ങുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്ത് തന്നെയായാലും അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടു. അതോടുകൂടി പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഭരണകക്ഷി MLA പറയുകയാണ്, പോലീസിൻ്റെ സംരക്ഷണമുള്ള MLA പറയുകയാണ്, എനിക്ക് തോക്ക് വേണം, തോക്കുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ ഒക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും എന്ത് വില? ഇവിടുത്തെ ഭരണകക്ഷി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് സ്വരക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുക്കാനാണ് പറയുന്നത്. ഈ അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവിടെയാണ് ഒന്നിൽ പ്രതിപക്ഷം കോടതിയിൽ പോകണം, അവർ പോകാതെ സുവമോട്ടോ കേസെടുക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് പറയാൻ? കോടതിക്ക് തോന്നിയാൽ കേസെടുക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് പറയാൻ? ഫോൺ ടാപ്പിങ്ങിൻ്റെ കാര്യത്തിൽ തെലങ്കാന ഹൈക്കോടതി ഈ 2024 ജൂണിൽ BRS ഫോൺ ടാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അവിടുത്തെ ബെഞ്ച് സുവമോട്ടോ കേസെടുത്തു. എന്ന് മാത്രമല്ല, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്ന് മാത്രമല്ല, ഇത് നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെറ്റാണെന്നാണ് തെലങ്കാന ഹൈക്കോടതി അത് സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതികൾ കേസെടുക്കാറുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താണ്, DGPയുടെ ഭാര്യ ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് വിളിക്കുന്നതെങ്കിലും വേറെ 4 ഫോൺ കണക്റ്റഡ് ആകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞേ? അദ്ദേഹം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾക്കെല്ലാം ഫോൺ ടാപ്പ് ചെയ്യാവുന്ന അവസ്ഥയാണോ ഇവിടെ ഉള്ളത്? ഇവിടെ മാധ്യമപ്രവർത്തകർ ഫോൺ വിളിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. അത് അന്വേഷിക്കട്ടെ. മാധ്യമപ്രവർത്തകർ കേസ് കൊടുക്കുകയാണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഏഷ്യാനെറ്റിലെ വിനുവും മറുനാടനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരാരും പോയില്ലെങ്കിലും അവർ പോവുമായിരിക്കും. സത്യാവസ്ഥ തിരിച്ചറിയട്ടെ. ഇവിടെ അവനും ഫോൺ ടാപ്പ് ചെയ്യാവുന്ന അവസ്ഥയാണ് ഇവിടെയെങ്കിൽ ഹോം സെക്രട്ടറി എഴുതി കൊടുത്താലേ ഇവിടുത്തെ പോലീസ് പോലും ടാപ്പ് ചെയ്യാവൂ എന്നൊക്കെയുള്ള ഇവിടുത്തെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ പരിപാലനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ഗുരുതരമായ സിറ്റുവേഷൻ. വയർലെസ് സന്ദേശം ഒരു പത്രപ്രവർത്തകന് കൈമാറി എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് NIA അന്വേഷിക്കേണ്ട കേസല്ലേ? ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏതോ പത്രപ്രവർത്തകർക്ക് ഒരു ലീഡ് കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ പത്രപ്രവർത്തകരെയാണെന്ന് തോന്നുന്നു, അവരുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അവർക്കെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ നടപടിയെടുത്ത ആളാണ് ഈ DGP. അദ്ദേഹം വയർലെസ് സന്ദേശം കൊണ്ടുവന്നപ്പോ അത് ഷൂട്ട് ചെയ്തു. അയാളെ എങ്ങനെ കൊണ്ടുവരുന്നത് പോലീസ് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുത്ത ആളാണ്. കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ട്, കൊണ്ടുവരുന്നുണ്ടെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരം പറഞ്ഞത് എന്തോ വലിയ ദേശീയ സുരക്ഷയ്ക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥനെ ക്രൂശിൽ തറച്ച ഈ മഹാൻ ഇദ്ദേഹം വയർലെസ് ഫോൺ സന്ദേശം കൈമാറി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയാം. മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 29 വകുപ്പ് കൈവച്ചുകൊണ്ട് നടക്കുകയാണെന്നും അദ്ദേഹം ഒന്നും അറിയുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ ക്രിമിനൽ സംഘം കൊല്ലും കൊലയും, ഞാൻ അടിവരയിട്ട് പറയുന്നു, രണ്ടും കൊല്ലും കൊലയും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വരക്ഷ വേണമെങ്കിൽ നിങ്ങൾ സ്വയം ആയുധം എടുത്തോളൂ എന്നും ഭരണകക്ഷി MLA-മാർ വന്നിരുന്ന് പറയുകയും അതിനെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അന്വേഷിച്ച് നോക്കാം എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ സംസ്ഥാനം. ഇത് പിന്നെ ഈ മുഖ്യമന്ത്രിക്ക് എങ്ങനെ തുടരാൻ കഴിയും? ആ ഓഫീസിൽ മാത്രം ചുറ്റിപ്പറ്റി എന്താണ് ഈ മണികണ്ഠൻ ഈച്ച എന്നൊക്കെ പറയുന്നത് പോലെ ഈ സ്വർണ്ണക്കടത്തുകാരെന്തിനാണ് ആ ഓഫീസിന് ചുറ്റും വട്ടവിട്ട് പറക്കുന്നത്? അവർ മാത്രം എങ്ങനെയാണ് ഹാൻഡ് പിക്ക് ചെയ്ത് അവിടെ പോയിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരാവകാശം പോലും ഇല്ലേ? ഇത് ചോദിക്കുന്നവരെല്ലാം ഏതാണ്ട് സംസ്ഥാന വിദ്രോഹ ശക്തികൾ, സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റം കണ്ടിട്ട് ഭയചകിതരാകുന്നവർ, പ്രത്യേക മനോനിലയുള്ളവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് പോയാൽ മതിയോ? ഇത്ര അവകാശമേ ഇവിടുത്തെ പൗരന്മാർക്കുള്ളൂ. ശരി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ അഡ്വക്കേറ്റ് MR അഭിലാഷ്, പൗരന്മാരുടെ അവകാശം ഇവിടെ മാധ്യമപ്രവർത്തകരുടെ, പൊതുപ്രവർത്തകരുടെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത പൊതുപ്രവർത്തകരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് മാത്രമല്ല, ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പെഗാസസ് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളുടെ, ചാര സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം തന്നെയും നടന്നിരിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ
അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ, പൗരന്മാർക്ക് കൊടുക്കുന്ന മൗലികാവകാശങ്ങൾ തന്നെ ലംഘിക്കപ്പെടുന്നു. പോലീസ് ഇത് ചെയ്യുന്നുണ്ട്. ഒരു IT സെല്ലിനെ വെച്ച് ഒരു SP-യുടെ ചുമതലയിൽ, ഒരു IPS ഉദ്യോഗസ്ഥന്റെ ചുമതലയിൽ സർവൈലൻസ് നടത്തുകയാണ്. സർവൈലൻസ് രാജാണ്, എല്ലാവരും വാച്ച് ചെയ്യപ്പെടുകയാണെന്നൊരു MLA തന്നെ പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വളരെ വലുതാണ്. അപ്പോൾ അന്വേഷിച്ചു നോക്കുക എന്ന ഒരു കാര്യത്തിനപ്പുറത്ത് സ്റ്റേറ്റ് ജനങ്ങളോട് സമാധാനം പറയേണ്ട വിഷയമല്ലേ ഇത്? കേസെടുത്ത് നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം ശ്രീ അഭിലാഷ്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൻ്റെ 26B പ്രകാരം അനുമതിയില്ലാതെ ഇതുപോലെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുക എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ ഒഫൻസാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വളരെ ഗൗരവകരമായിട്ടുള്ള ഒഫൻസായിട്ടാണ് നിയമം പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യേണ്ടുന്നതായിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഒഫൻസാണ്. എന്ന് മാത്രമല്ല, കാലാകാലങ്ങളായി ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇത്ര അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വിരാജിക്കുന്ന ഇവരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ സാധാരണക്കാരന് ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം ജീവിക്കുവാനുള്ള അവകാശം, അവൻ്റെ സ്വകാര്യത സംരക്ഷിക്കുവാനുള്ള അവകാശം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? പോലീസ് ഉദ്യോഗസ്ഥർ, ഡിസ്ട്രിക്ട് പോലീസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷിതത്വം നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയോട് യാചിക്കുകയാണ്, 25 വർഷം എൻ്റെ കരിയറിലുണ്ട്, 25 വർഷവും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചേക്കാൻ, DGP വരെ ആകാൻ പോകുന്ന ആളാണ് ഞാൻ എന്ന്. 24 മണിക്കൂറും ഡ്യൂട്ടിക്ക് വേണ്ടി, പോലീസിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഇൻസൾട്ട് അല്ലേ? എപ്പൊളിറ്റിക്കലായിട്ടുള്ള പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ നട്ടലാണ് എന്നിരിക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇനിയുള്ള 25 വർഷക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തേക്കാം, എൻ്റെ കരിയർ നിങ്ങൾക്ക് പണയം വെക്കാമെന്ന് ഭീതി മൂലം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് അദ്ദേഹത്തിന് പേടിയാണ് എന്ന് പറയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ എന്താണ് രാഷ്ട്രീയപരമായിട്ട് ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ കൂടുതലായിട്ട് എന്താണ് വേണ്ടതായിട്ടുള്ളത്? ഇത് കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ഏത് തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കുവാൻ കഴിയുക? കാണാൻ കഴിഞ്ഞിരുന്നില്ലേ? കണ്ണടച്ചിട്ടായിരുന്നോ ഭരണം നടത്തുന്നത്? സാധാരണക്കാരൻ എന്ത് സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്താൻ കഴിയുക? കേരള പോലീസ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ, അതായത് പോലീസിൻ്റെ മിസ്ലീഡ്സിനെ പരിശോധിക്കുവാനും അവർക്കെതിരെ നടപടിയെടുക്കുവാനായിട്ട് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ രൂപീകരിക്കണം. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഇവിടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ ഉണ്ടോ? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രസന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കേരളത്തിലില്ല. എന്ന് മാത്രമല്ല, പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഉണ്ട്. ഏതൊക്കെ തരത്തിൽ അതിനെ വെന്റിലേറ്ററിലാക്കാമോ ICUലാക്കാമോ അത്തരത്തിൽ ഒരു ഫെസിലിറ്റീസും കൊടുക്കാതെ, ഒരു തരത്തിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, അവരുടെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാതെ ഇത്തരത്തിലൊരു നിയമത്തെ തന്നെ കേരളത്തിൽ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ വിനിയോഗിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എങ്ങനെ തങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ അധികാരം വിനിയോഗിക്കാം, രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുടെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് എങ്ങനെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്ന് അവരും പരിശോധിക്കും. അത്ഭുതപ്പെടാനൊന്നുമില്ല. പോലീസിനെ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ? നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ എയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വകാര്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്കും കഴിയുമെന്ന് അവർ പ്രൂവ് ചെയ്തു. വളരെ സ്വാഭാവികമല്ലേ? ഇതിൽ വലിയൊരു ഭരണപരാജയം. കറക്റ്റാണ്. ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റായി അത് വളർന്നു എന്നാണ് CPM MLA തന്നെ പറയുന്നത്. ശ്രീ ഷാഫി ചാലിയം, കൗതുകമുള്ള ഒരു രാഷ്ട്രീയ ചോദ്യം. നോക്കൂ, ഇപ്പോൾ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ കണ്ടു കാണും. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് എടുത്തില്ല. അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളുണ്ട്, ഞാൻ അൻവറിനൊപ്പമാണെന്ന് KT ജലീൽ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ ആളാണ്. കാരാട്ട് റസാഖ് പഴയ ലീഗുകാരനാണ്. അദ്ദേഹം P ശശിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. P ശശിയാണ് പൈസ വാങ്ങി ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ മറുപക്ഷത്ത് നിന്ന് CPM പക്ഷത്തേക്ക് പോയ ആളുകളൊക്കെ ഇപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് ശുദ്ധീകരണ പ്രവർത്തനമാണ് എന്ന്. എന്തായാലും ഒരു ഉരുൾപൊട്ടൽ നടക്കുകയാണ്. അതിന് ഇപ്പോൾ കേന്ദ്രമായിരിക്കുന്നത് മലബാറാണ് താനും, കോഴിക്കോടും മലപ്പുറം ഒക്കെയാണ്. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, അതിനൊക്കെ അവർ ഇനി ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഏത് ബാനറിൽ കീഴിൽ മത്സരിക്കാനില്ല? കുറച്ച് അവ്യക്തത ഉണ്ടായില്ലേ? KT ജലീൽ ഇടയ്ക്ക് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പല പൊട്ടത്തരങ്ങളും എഴുതുന്നുണ്ട്.
ഏതായാലും ഈ വിലയേറിയ സമയം ജലീലിന്റെ വിഷയം ചർച്ച ചെയ്യാൻ എടുക്കണമെങ്കിൽ യാതൊരു അർത്ഥമില്ല. അല്ല, ഇവരൊക്കെ ഒറ്റ ഗ്യാങ്ങാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം അല്ല, അതൊക്കെ പലതും ഇവിടെ തിരിയാത്തതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റെജി ലൂക്കോസ് ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള PV അൻവറിനോടൊപ്പമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുക CPMന്റെ സഹയാത്രികർ. ഇതൊന്നും സഹയാത്രികല്ല, ഈ കോട്ടയം ജില്ലാ കമ്മിറ്റി മെമ്പറും ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാളാണ്, പാർട്ടി മെമ്പർഷിപ്പുള്ള ആളെയാണ് നിങ്ങൾ ഈ സഹാക്കി ഇവിടെ ഇരുത്തണേ. ഇതൊക്കെ AKG സെന്റർ നിങ്ങൾക്ക് തരുന്ന ഉരുപ്പടികളാണ്. നിങ്ങളെ വലിയ ഭരണഘടനാ നിയമ വിദഗ്ധരുണ്ടല്ലോ, അഡ്വക്കേറ്റ് അനിൽകുമാർ. ഇവരൊക്കെ ഇവിടെ ഷാഫി ചാലിം താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സഹയാത്രികർക്ക് തിരിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? ആരുടെ കൂടെ നിൽക്കണം? അൻവറിന്റെ കൂടെ നിൽക്കണോ? ശശിയുടെ കൂടെ നിൽക്കണോ? എന്താണ് സംഭവിക്കുന്നത്? നമ്മളെപ്പോലെ തന്നെയാണ് അവർക്കും മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ എല്ലാം മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, എത്രയോ ഈ ലീഗ് സഹയാത്രിയിൽ തന്നെ ഒരാൾ വിവരങ്ങൾ കൊണ്ടുവന്നോ? ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളെ സഹയാത്രി എന്നാണ്. ഇതൊക്കെ മലയാളികളെ പറ്റിക്കാനുള്ള ചില അഭ്യാസങ്ങളാണ്. ഇപ്പം അവരെന്താണ് പൂർണ്ണമായും PV അൻവറിനെ പിന്തുണച്ചിട്ടാണ് ഈ സഹയാത്രികളൊക്കെ സംസാരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ രസകരം PV അൻവറിനെ പിന്തുണയ്ക്കുന്നു. PV അൻവർ പറയുന്നു മുഖ്യമന്ത്രി എനിക്ക് അച്ഛന് തുല്യമാണ്, അച്ഛന് ഭീഷണി വരുമ്പോൾ മകന് പേടിയുണ്ടാവും. എന്നിട്ട് ഇന്ദിരാഗാന്ധിയെ കൊന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോളും, ചെറിയ സംഗതിയല്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലും അപകടത്തിലാണെന്ന് ഭരണകക്ഷി MLA വിളിച്ചു വരുമ്പോൾ എന്താണ് നമ്മുടെ നാട്? അവിടെയാണ് ശ്രീ MR അഭിലാഷ് ചൂണ്ടിക്കാണിച്ച ഒരു സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ വളരെ എസെൻഷ്യലാണ് ഈ സ്റ്റേറ്റിന് എന്നത് നമ്മൾ ബോധ്യമാകുന്നത്. ഇവിടെ അസീന ഒടിച്ചോടിയതുപോലെ പിണറായി വിജയന് പെട്ടെന്ന് ഈ നാട് വിടേണ്ടി വരുമോ എന്നൊരു പേടിയുണ്ട്. കാരണം ആരെയാണ് രക്ഷിക്കേണ്ടത്? ഈ ADGPയുടെ നേതൃത്വത്തിലുള്ള ഈ വലിയ അധോ സംഘം വലിയ ഭീഷണിയാണെന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഫോൺ ചോർത്താൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരുടെയും ഫോൺ ഇദ്ദേഹം ചോർത്തുന്നു. കാരണം സ്റ്റേറ്റ് പോലീസിന്റെ ഈ എന്താണ് സൈബർ വിങ്ങിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഈ വാട്സപ്പ് കോള് ചോർത്താൻ കഴിയുമോ ആർക്കെങ്കിലും? എന്നാൽ അൻവർ ചോർത്തിയിരിക്കുന്നു. അല്ല, അൻവർ ചോർത്തിയതല്ല, അൻവറിന്റെ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട്, റെക്കോർഡാണ് അത്, ഫോൺ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ താങ്കളെ വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്തൂടെ? അല്ല, എങ്ങനെ? അവിടെ ഞാൻ പറഞ്ഞത് അത് എനിക്കും നിങ്ങൾക്കും കഴിയില്ല. പറ്റുന്ന അതിനൊരു സൈബർ പട വേണം. താങ്കൾ എന്നെ വാട്സാപ്പ് കോൾ വിളിച്ചാൽ ഞാനത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് വേറൊരു ഡിവൈസ് വെച്ച് റെക്കോർഡ് ചെയ്താൽ പോരെ? വേറൊരു ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്താൽ പോരെ? അതൊക്കെ പറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ പോലീസുകാരുടെ അടക്കം എല്ലാവരുടെയും ഫോൺ ചോർത്തും. ഒരു സിവിലിയന്റെ ഫോൺ ചോർത്തുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അയാൾക്കെതിരെ കേസ് എടുക്കണം. പിന്നെ നാട്ടിലെ പോലീസിന്റെ അടക്കമുള്ള ഫോൺ ഞാൻ ചോർത്തും എന്ന് വെല്ലുവിളിച്ചിട്ട്, ഒരു മിനിറ്റ്, വെല്ലുവിളിച്ചിട്ട് ഇതിനൊക്കെ ഒരു ആൻസറിംഗ് അതോറിറ്റി വേണ്ടേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അഭിലാഷ് ഒറ്റ കാര്യം, നമ്മൾ ഇന്നിപ്പം നമ്മളെ കേൾക്കുന്നു ധാരാളം പ്രേക്ഷകരില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇവരുടെ ഭരണഘടനാ വിദഗ്ധനായ ഒരുത്തരുണ്ടല്ലോ, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഏതടുപ്പിലാ? അതേമാതിരി സ്ഥിരം നമ്മളായിട്ട് ചർച്ചയ്ക്ക് വന്ന് തർക്കിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ മിസ്സാണ്. കോഴിക്കോട്ടെ മാമി മാത്രമല്ല, CPMന്റെ സർവ്വ വക്താക്കളും കഴിഞ്ഞ 4-5 ദിവസമായി മുങ്ങി നടക്കുക. എന്താ അതിന് കാരണം? ഈ സർക്കാർ ഒരു അഭിപ്രായം ഇവിടെ വന്ന് പറയാനുള്ള ധൈര്യമില്ല. അത്രമാത്രം കേരളമാകെ നാശമായിരിക്കും. കേരളമാകെ നാശമായിരിക്കും. ഭീതിജനകമായ അവസ്ഥ. ഇനി കേന്ദ്രം, ശരി, ഞാൻ കേന്ദ്രത്തിലേക്ക് വരാം. കേരള സർക്കാരിനെ സംബന്ധിക്കുന്ന മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് കേവലമായി രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്ത് സർക്കാർ ജനങ്ങളോട്, ഒരു സെക്കൻഡ് സാർ, ഞാൻ വരാം, അടുത്ത റൗണ്ടിൽ വരാം. ഇത് കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളോട് ആൻസർ പറയണ്ടേ? ഇതൊരു ഭരണകക്ഷി MLA. ഇതാണ് കേരളത്തിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട്. ആ ക്രൈം സിൻഡിക്കേറ്റിനെ നയിക്കുന്നത് ഈ പോലീസ് സംവിധാനമാണെന്ന് പറയുമ്പോൾ അതിന് സർക്കാർ ജനങ്ങളോട് ഉത്തരം പറയണ്ടേ? യാതൊരു സംശയവുമില്ല അഭിലാഷേ, സർക്കാർ ഉത്തരം പറയണം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയണം. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പോലീസ് ഭരണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത്, അദ്ദേഹം മാത്രമാണ് ഉത്തരം പറയേണ്ടത്. അദ്ദേഹം പറയും എന്നാണ് എനിക്ക് പ്രതീക്ഷ. സാധാരണഗതിക്ക് നമ്മളൊക്കെ അറിയുന്ന പിണറായി വിജയൻ അങ്ങനെ ഒളിച്ചോടുന്നയാളല്ല, അദ്ദേഹം പറയും. പക്ഷേ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയും ഇതൊക്കെ പറഞ്ഞിട്ടും, ഇത് വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ടും, അങ്ങ് എന്താണ് PV അൻവറിനെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നത്? 2 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന
അന്വേഷണാത്മക മാധ്യമപ്രവർത്തകന്റെ കുപ്പായമിട്ട് നിൽക്കുന്ന ഒരു അതികായനാണ് PV അൻവർ. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹത്തിന് ആരെയും പേടിക്കാതെ ഈ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ കുരിശിൽ തറയ്ക്കാമെങ്കിൽ, അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്താമെങ്കിൽ, നാളെ അദ്ദേഹത്തെ ജയിലിലേക്ക് നയിക്കാമെങ്കിൽ അദ്ദേഹത്തെ കൊച്ചാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം അദ്ദേഹം ഇന്ന് കേരളത്തിലെ വലിയ ആളാണ്, യാതൊരു സംശയമില്ല. അദ്ദേഹം കണ്ടുപിടിച്ചത് CPM അതിനെതിരെ ഒന്നും പറയുന്നില്ലല്ലോ. CPM ഒറ്റ അക്ഷരം മിണ്ടുന്നില്ലല്ലോ അതിനെതിരെ. പറയാൻ പറ്റും. ഇപ്പൊ അൻവറിന് ഈ കാര്യം നേരെ പാർട്ടിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചാൽ ഈ ബഹളമൊന്നും ഇല്ലാതെ തന്നെ ഇത് അവസാനിക്കുമായിരുന്നല്ലോ. അദ്ദേഹം തന്നെ പറയുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ലെന്ന്. അല്ല, അത് ജനങ്ങളോട് തുറന്ന് പറയാൻ, മാധ്യമങ്ങളോട് തുറന്ന് പറയാനുള്ള ധൈര്യം, ആർജവം അൻവർ കാണിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇതുകൊണ്ടല്ലേ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വേണം ഇനി മുഖ്യമന്ത്രി ഈ വിഷയം തുറന്ന് പറയാൻ, ജനങ്ങളോട് പറയാൻ. അൻവർ തുറന്നു വെച്ച ആ സാധനങ്ങൾ മുഴുക്കെ എടുത്തിട്ട് എണ്ണി കേരളത്തോട് പറയണം. സംസ്ഥാന കൊല്ലും കൊലയും നടത്തുന്ന അദ്ദേഹത്തിന്റെ വലങ്കൈയായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്തു എന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയേണ്ട സാഹചര്യം CPM MLA അൻവർ ഒരുക്കിയിരിക്കുകയാണെന്നാണോ താങ്കൾ പറയുന്നത്? തന്നെയാണ്, സംശയമില്ല. അത് തന്നെയാണ്, ആ ഒരു വഴിത്താരെയാണ് ഇന്ന് അൻവർ കേരള ജനതയുടെ മുമ്പിൽ വെട്ടിത്തെളിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം മുഖ്യമന്ത്രി പറയണം. മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്ക് വ്യക്തിപരമായിട്ട് നമുക്കറിയാമല്ലോ, അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ സാധാരണ ഇതൊരു പ്രത്യേക മനോനിലയിൽ നിന്നുള്ള കാര്യമാണെന്നും ഇപ്പൊ നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ അതാണ് നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അത് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തന്നെ ബോധ്യം വന്നു കാണും. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ നടന്ന കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ പോലീസിൽ തന്നെ അദ്ദേഹത്തിന് സോഴ്സസ് ഉണ്ട്. അങ്ങനെയാണ് ഇയാളെ വെച്ചോണ്ടിരിക്കണമായിരുന്നു. P ശശിയെയും അതുപോലെ തന്നെ MR അജിത് കുമാറിനെയും പോലീസിൽ തന്നെ സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഇത്രയും കാലം വെച്ചോണ്ടിരിക്കണമായിരുന്നു. നമുക്കൊരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ? ഇതുപോലെ കൊല്ലും കൊലയും നടത്തുന്ന, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന, സകല തിന്മകളുടെയും മൂർത്തിമത് ഭാവമായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വിശ്വസിച്ച് വെച്ചുകൊണ്ടിരുന്നത് എങ്കിൽ 3 കൊല്ലം ഇതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അറിയാതിരുന്നത്? മുഖ്യമന്ത്രി കാര്യം ബ്രീഫ് ചെയ്ത് കൊടുക്കാനില്ലേ? ഇന്റലിജൻസ് സംവിധാനം കേരളത്തിലില്ലേ? ഇപ്പോൾ കവടിയാറിലല്ലേ 3 നിലയുള്ള വമ്പിച്ച വീട് പണിയുന്നത്? ഈ ഉദ്യോഗസ്ഥന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന് എന്തേ മുഖ്യമന്ത്രി അറിയാതിരുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റും മുഖ്യമന്ത്രിയെ ഒന്നും അറിയിക്കുന്നില്ലേ? മുഖ്യമന്ത്രി ഒന്നും അറിയാതെ കസേരയിൽ ഇരുന്ന് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ എനിക്ക് ബ്രേക്ക് എടുക്കാനുള്ള സമയം കഴിഞ്ഞു. ഒരു വാചകം. അതായത് ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞത്, ഞാൻ ഒരിക്കലും അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ തള്ളിപ്പറയില്ല. നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം പരാജയപ്പെട്ട് കിടക്കുന്നത് ചൂണ്ടിക്കാണിച്ചാണ്. ശരി, സിസ്റ്റം ഇവിടെ നിയമ സംവിധാനം സമയം പോലെ ചർച്ച അവസാന ഘട്ടത്തിലാണ്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, മുഖ്യമന്ത്രി മുതിർന്ന റാങ്കിലുള്ള, അതായത് ADGP-യേക്കാൾ ഉയർന്ന റാങ്കിലുള്ള DGP തലത്തിലുള്ള ഉദ്യോഗസ്ഥന്റെ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്. സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ കൊലപാതകം വരെ ആരോപിതമായിട്ടുണ്ട്. ശരിയാണോ അല്ലയോ എന്നറിയില്ല. ഇതിനകത്ത് എന്തൊക്കെ അന്വേഷണങ്ങളാണ് സാധ്യമായിട്ടുള്ളത്? ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒഫൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് മിസ്മാനേജ്മെൻറ്റ്, ഇത് രണ്ടുമാണ് പ്രകടമായിട്ടുള്ള 2 വിഷയങ്ങൾ വരുന്നത്. ശ്രീ അഭിലാഷ്, ഇവിടെ ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സതീർത്ഥ്യനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് സീനിയറായിട്ടുള്ള DGP തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് ഇതിനകത്തൊരു ഫെയറായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ഫോഴ്സ് ആദ്യമായിട്ട് അപ്പോൾ കേരള പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമൂഹത്തിന് മുമ്പിൽ അവരുടെ എല്ലാ മുറയിലും തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ DGP-യെ പോലെ ഒരാൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. ADGP രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കണ്ണടച്ചിരുട്ടാക്കി ഇത്തരത്തിലൊരു മിസ്മാനേജ്മെൻറ്റ് പോലീസിൽ നടത്തിയിട്ടുണ്ടോ? പോലീസ് ഭരണം അട്ടിമറിച്ചിട്ടുണ്ടോ? തൻ്റേതായിട്ടുള്ള ഒരു പാരലലായിട്ടുള്ള ഒരു സർക്കാർ പോലീസ് തലത്തിൽ രൂപീകരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഒരു ഭാഗത്ത്, വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ക്രൈംസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്, ആരോപണങ്ങൾ സത്യമാണെന്ന് വ്യക്തമാകുകയാണെങ്കിൽ അതിനുശേഷം നടപടിക്രമങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നത്, ഈ 2 ആംഗിളിലാണ് ഇവിടെ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പോലീസിൻ്റെ ഇമേജ് സംരക്ഷിക്കുവാൻ സ്വയം ഉത്തരവാദിത്വമുള്ള DGP അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തു വരികയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പോലീസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പരിമിതമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കറക്ഷൻസ് കൊണ്ടുവരാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം.
പക്ഷേ ഈ ഗുരുതരമായിട്ടുള്ള ഒരു പാരലൽ സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു, അല്ലെങ്കിൽ നിലനിൽക്കുന്നു, പാരലൽ ഗവൺമെന്റ് ഇല്ലീഗൽ സിൻഡിക്കേറ്റ് നിലനിൽക്കുന്നു എന്ന് കേരളത്തിലെ പോലീസിന്റെ DGP സമ്മതിക്കുമോ? അത് ആത്മഹത്യാപരമല്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ പിന്നെ ഒരു ഈ ജുഡീഷ്യൽ നടന്നിട്ടുള്ള അന്വേഷണമാണ്. offences വളരെ ഗുരുതരമല്ലേ? കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്. തീർച്ചയായിട്ടും അപ്പോൾ ആ തീർച്ചയായിട്ടും. സാഹചര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് അഭികാമ്യമായിട്ടുള്ളത്. വളരെ നന്ദി എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.